ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ എക്സാം 2025-ൻ്റെ അടിസ്ഥാന പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ്. നമുക്കറിയാം പുതിയ സിലബസാണ്, കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ സബ്ജക്റ്റായിട്ട് നോക്കാം. ഓക്കെ, ഓൾറെഡി ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർ അത് പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അടിസ്ഥാന പാഠാവലിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് നോക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. താഴെ കൊടുത്ത ഖണ്ഡിക വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അത് നമ്മുടെ മലയാളം പേപ്പറിൽ അടിസ്ഥാന പാഠാവലി ആയിക്കോട്ടെ, കേരള പാഠാവലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഏതിലും നമുക്ക് ആദ്യം വരുന്നത് ഒരു കോംപ്രിഹെൻഷൻ സെക്ഷൻ ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ കവിതയോ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും തരിക. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഖണ്ഡികയാണ്, നമുക്ക് വായിച്ചു നോക്കാം. അതാ ഞാവൽ കൊമ്പിലിരുന്ന് പഴം കൊറിക്കുന്നതിനിടയിൽ നമ്മെ ചെരിഞ്ഞു നോക്കുന്നത് മലന്തത്തയാണ്. കുട പോലെ വരിവരിയായി ഞാലുന്നത് വവ്വാലുകളാണ്. ടോം ടോം എന്ന് കേട്ടത് ചുവന്ന തൊപ്പിക്കാരൻ മരം കൊത്തി പണിയെടുക്കുന്നതാണ്. ചൂളമടിക്കുന്നത് സ്കൂൾ കുട്ടിയല്ല, ചൂളക്കാക്ക എന്ന പാട്ടുകാരനാണ്. ഇലപ്പച്ചക്കിടയിൽ മീശ പൊന്നൊളി മഞ്ഞക്കിളിയുടേതാണ്. മുഴങ്ങിയിരുമ്പുന്നത് മലമുഴക്കി വേഴാമ്പലിൻ്റേതാണ്. പുഴയിലേക്കാരോ നീലക്കല്ല് വീശിയെറിഞ്ഞതുപോലെ ചെന്നു വീണത് നീലപ്പൊന്മാനാണ്. അമർത്തി മൂളുന്നത് കാട്ടുപ്രാവാണ്. പരുന്തിനെയും കുരങ്ങനെയും മരംകൊത്തിയെയും മൈനയെയും എല്ലാം അനുകരിച്ച് നമ്മെ വിഷമിപ്പിച്ച് രസിക്കുന്നത് മിമിക്രി വിദഗ്ധനായ കാക്കത്തമ്പുരാട്ടിയാണ്. സുഗതകുമാരയുടെ എഴുത്തിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 1, വിവരണങ്ങൾ ചൂളമടിക്കുന്നത് ആരെയാണ് പറയുന്നത്? ആരെയായിരുന്നു കൂട്ടുകാരെ? ചൂളക്കാക്കയെയാണ്. രണ്ടാമത്തേത്, കാട്ടിലെ മിമിക്രി വിദഗ്ധരാരാണ്? ആരാണ് വിദഗ്ധൻ? മിമിക്രി വിദഗ്ധൻ കാക്കത്തമ്പുരാട്ടിയാണ്. 3, മഞ്ഞക്കിളിയെ പൊന്നൊളി എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു? മഞ്ഞക്കിളിക്ക് പൊന്നിൻ്റെ നിറം ആയതിനാലാണ്. 4, പൊന്മാൻ പുഴയിലേക്ക് വീണത് എങ്ങനെയാണ്? നീലക്കല്ല് പോലെ എന്നാണ് പറയുന്നത്. 5, കഴിവുള്ളവൻ എന്നർത്ഥം വരുന്ന ഏത് പദമാണ് വിവരണത്തിൽ ഉള്ളത്? വിദഗ്ധൻ എന്ന പദമാണ്. ഓക്കെ, വിദഗ്ധൻ എന്ന് പറഞ്ഞാൽ കഴിവുള്ളവൻ എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രവർത്തനം 2, മാതൃക പോലെ എഴുതാം. മനുഷ്യവർഗം, മനുഷ്യരുടെ വർഗം. പുഴക്കര എങ്ങനെ എഴുതാം? പുഴയുടെ കര എന്നാക്കി എഴുതാൻ പറ്റും. പ്രവർത്തനം 3, പ്രസംഗം തയ്യാറാക്കുക. ചിങ്ങം 1 കർഷക ദിനം. സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ മോഹൻകുമാറിനെ ആദരിക്കുന്നതിന് വേണ്ടി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് കൃഷിയുടെ പ്രാധാന്യത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രസംഗം തയ്യാറാക്കാനാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് പ്രസംഗം എഴുതുമ്പോൾ നമുക്ക് അഭിസംബോധന വേണം അല്ലേ? ബഹുമാനപ്പെട്ട വിശിഷ്ട അതിഥികളെ, അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. മനുഷ്യൻ്റെ നിലനിൽപ്പിനെ അടിസ്ഥാന ഘടകം ആണ് കൃഷി. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ കൃഷിയുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു എന്നത് വളരെ വേദനാജനകമായ ഒരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാന കർഷക അവാർഡ് ജേതാവായ ശ്രീമാൻ മോഹൻകുമാർ എന്നിവരുടെ കഠിനാധ്വാനവും പ്രയത്നവും നമ്മൾ മനസ്സിലാക്കണം. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നാടിൻ്റെ ജീവനാഡിയായ കാർഷിക മേഖലയിൽ ഒരു പുതിയ ഉണർവ് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സ്വന്തം അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യണമെങ്കിൽ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതിയാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥ നോക്കിയാൽ അറിയാം, കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്. അതുകൊണ്ട് പരമ്പരാഗതമായി ഇവിടുത്തെ പ്രധാന തൊഴിലും കൃഷിയായിരുന്നു. എന്നാൽ ഇന്ന് കൃഷിഭൂമി നെൽപ്പാടങ്ങളും മറ്റും ഒന്നിനുമേലെ ഒന്നായി നിൽക്കുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങളാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. രാസവളങ്ങളും കെമിക്കലുകളും ചേർന്ന് പച്ചക്കറികൾ ഉപയോഗിച്ച് നമുക്കുണ്ടാകുന്ന മഹാരോഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ ശരിക്കും പേടിയാണ്. നമ്മുടെ നാട്ടിൽ പൊട്ടിമുളക്കേണ്ടത് ആശുപത്രി കെട്ടിടങ്ങൾ അല്ല, മറിച്ച് കൃഷിഭൂമിയാണ്. യുവാക്കൾ എല്ലാം വൈറ്റ് കോളർ ജോലിക്ക് പുറകെ പോകുമ്പോൾ കൃഷിഭൂമികൾ എല്ലാം തരിശുഭൂമികൾ ആയി മാറുകയാണ്. നമുക്കൊന്ന് മാറി ചിന്തിക്കാം. പുതിയ തലമുറയെ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി വളർത്തിയെടുക്കാം. നല്ല നാളേക്ക് വേണ്ടി, നല്ല ആരോഗ്യത്തിനു വേണ്ടി മായമില്ലാത്തതും ശുദ്ധവുമായ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് തന്നെ കൃഷി ചെയ്യാം. നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായുള്ള കൃഷിയെ നമുക്ക് സംരക്ഷിക്കാം. എല്ലാവരും അതിനായി മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നു. നന്ദി. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനിയല്ല നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ പറഞ്ഞാലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. പ്രവർത്തനം 4, ആസ്വാദനമാണ്. ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റ് വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ.
വരികളിലെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ വെളിച്ചത്തിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച പാഠഭാഗമാണ് ഗ്രാമശ്രീകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് എങ്ങനെ ഉത്തരം എഴുതാം? കേരളക്കരയുടെ ഗ്രാമഭംഗിയും ഗ്രാമ സൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കടത്തനാട്ട് മാധവി അമ്മയുടെ ഗ്രാമശ്രീകൾ. പാടവരമ്പുകളിൽ കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സമൃദ്ധിയും വരച്ചു കാണിക്കുന്നു. കേരളം കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക വേരുകളുടെ ഒരു പ്രധാന ഭാഗമാണ് കൃഷിയെന്ന് ഓർമ്മിപ്പിക്കുന്ന കവിത ഏറെ പ്രസക്തിയുണ്ട്. പ്രഭാത സൂര്യൻ്റെ വരവിനെ കൃഷിയുമായി കൂട്ടിയിണക്കിയാണ് ഉണ്ണിക്കതിരിൻ്റെ ചുവപ്പ് എന്ന് കവിയത്രി പറഞ്ഞിരിക്കുന്നത്. പ്രഭാത സൂര്യനെ ഉണ്ണിക്കതിരൻ്റെ സൂര്യകിരണങ്ങളിൽ കവിയത്രി സങ്കല്പിക്കുന്നു. സൂര്യൻ്റെ ചുവന്ന മുഖപ്പാടം ആകാശവും നെൽപ്പാടവും ചുവപ്പിക്കുന്നു. കർഷക തൊഴിലാളികൾ ഒരു തൊപ്പിക്കുട പോലും ചൂടാതെ കനൽവാരി എന്ന സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഞാറു നടന്ന കാഴ്ചയാണ് കവിയത്രി കാണുന്നത്. നീളം കുടയും ചൂടി പാടവരമ്പത്ത് നിന്ന് ഈ കാഴ്ച കാണുന്ന കവിയത്രിക്ക് ലജ്ജ തോന്നുകയാണ്. ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ ആശയം, ഭാഷാഭംഗി, വർണ്ണനകൾ, താളം, വാഗ്മേയ ചിത്രങ്ങൾ എന്നിവയാണ്. ഉപരൂപകവും തുടങ്ങിയ അലങ്കാരങ്ങൾ കവിതയെ കൂടുതൽ സമ്പന്നമാക്കുന്നു. അപ്പോൾ ഈ തരത്തിലായിരിക്കണം നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയെ കുറിച്ചിട്ടും കൂടെ പരാമർശിക്കാവുന്നതാണ്. പ്രവർത്തനം 5 വിശകലന കുറിപ്പാണ്. പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഇന്ന് നമുക്ക് ചുറ്റും. ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കിയും വലിയ പ്രശ്നങ്ങൾ ചെറുതാക്കിയും ഇന്ന് കാണിക്കുന്നുണ്ട്. സമകാലിക സാമൂഹിക പ്രശ്നങ്ങൾ എങ്ങനെയെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ. ഇന്നത്തെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ കൂമ്പാരമാണ്. ഓരോ പ്രശ്നങ്ങൾ കഴിയുന്തോറും അടുത്ത പ്രശ്നങ്ങൾ വഴിയെ വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ പ്രശ്നങ്ങളെ വലിയ രീതിയിൽ കാണിച്ച് ജനശ്രദ്ധ നേടാൻ ശ്രമിക്കുന്നവരും ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് പ്രശ്നരഹിതമായ അന്തരീക്ഷം ആവശ്യമാണ്. വ്യത്യസ്ത സാമൂഹിക ജീവിതത്തിൽ കഴിയുന്ന ഫാത്തിമ തുരുത്ത് എന്ന ഭാവനാത്മകമായ ഒരു സമൂഹത്തിൻ്റെ കഥ നമ്മൾ പഠിച്ചു. അത്തരത്തിലുള്ള ഒരു സമൂഹത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവിടുത്തെ യാതനകളും രോദനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുരീപ്പുഴ ശ്രീകുമാർ എന്ന കവി നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്. പ്രകൃതിയുടെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുന്ന ആദ്യ ഭാഗവും വളരെ മനോഹരമായ ദൃശ്യങ്ങളും മനുഷ്യർ പരസ്പരം സ്നേഹം കൊണ്ട് ഔഷധമായി മാറുന്ന വികാരഭരിതമായ നിമിഷങ്ങളും അതിലൂടെ കാണിച്ചു തരുന്നു. ഗോത്രകവിതയിലൂടെ കാടിൻ്റെ മഹത്വവും അതിൻ്റെ തനതായ സവിശേഷതകളും കാട് ആരത് എന്ന കവിതയിലൂടെ നമ്മൾ പഠിച്ചു. സാമൂഹ്യബോധം വളർത്തുന്ന ആശയങ്ങളും സന്ദേശങ്ങളും അത് നമുക്ക് നൽകുന്നു. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നമാണെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി അതിനെ നേരിടാനുള്ള മഹത്തായ സന്ദേശം നൽകുന്ന കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാമെന്ന പാഠഭാഗവും നമ്മെ പഠിപ്പിക്കുന്നു. സമകാലിക വിഷയങ്ങൾ പരസ്പരം ഒത്തൊരുമയോടെയും ഒറ്റക്കെട്ടായി നിന്ന് അനായാസം ഇല്ലാതാക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് നമുക്ക് ഇതിലൂടെ എല്ലാം മനസ്സിലായത്. അത്തരത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ എഴുതേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങൾ എന്നുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. അടുത്തത് പ്രവർത്തനം 6 അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും അനായാസം മറികടക്കാമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിതയിൽ നമുക്ക് ഈ ഒരു ആശയത്തെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രളയം എന്ന മഹാമാരി കേരളക്കരയെ വിഴുങ്ങിത്തിന്നാൻ വന്നപ്പോൾ എല്ലാവരും ജാതിമത ഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ നേരിട്ടു. മാത്രമല്ല ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് നൃത്തവും പാട്ടുകളും ആശ്വാസമേകി. ഐക്യതയോടെ നിന്നാൽ ഏതൊരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. ഒരേ മനസ്സോടെ കൈകോർത്ത് നിന്ന് കേരളം കണ്ട വലിയ പ്രളയത്തെ മറികടന്നതുപോലെ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനും തോൽപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു പഴഞ്ചൊല്ലിലൂടെ പറയുന്നത്. അത് നമുക്ക് പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. എക്സാമിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.